കാണുന്ന ദൃശ്യങ്ങൾ ഇതാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ ആർഷോ ബാനർ കെട്ടുന്ന ദൃശ്യങ്ങൾ ആനന്ദ് കൊച്ചുകൂടി കാണുന്നുണ്ടാകുന്നു കരുതുന്നു. രാത്രി 10 മണിയോടടുക്കുമ്പോൾ ഈ നടക്കുന്ന പ്രതിഷേധം ഇത് ഏത് വഴിക്ക് പോകുമെന്നുള്ള എന്ത് ഐഡിയ ആണുള്ളത്? SFI എന്ന സംഘടന ഈ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷെ ഇവിടെ കേരളത്തിൽ ഈ എന്താ പറയുന്നത്, കേരളത്തിലെ ക്രമസമാധാനം തകർക്കുന്ന രീതിയിലേക്ക് ഈ സമരം പോയാൽ ഗവർണറും നമുക്കറിയാമല്ലോ, അദ്ദേഹം ബാലിശമായ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഈ ബാനർ അഴിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ബാലിശമാണ്. അത് അംഗീകരിക്കുന്നു. ഞാൻ ക്രമസമാധാനം തകർക്കാൻ ഇവിടെ SFI വന്നാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഈ SFIക്കാരെ ഇതിന് മുന്നിട്ട് ഇറക്കിയിരിക്കുന്ന CPM സർക്കാരിന് തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് ഈ SFIയുടെ ഈ കുട്ടിക്കുരങ്ങന്മാർക്ക് ഗോവിന്ദൻ മാഷ് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഇവിടെ 1959 ഒരു സർക്കാരിനെ പിരിച്ചുവിട്ട ആ രീതിയിലേക്ക് പോവുകയാണ് വീണ്ടും. ഈ തരത്തിലുള്ള വാചകങ്ങളായി പറയുന്നത് ഇനിയും ഈ തരത്തിലേക്കുള്ള വാദം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിനോട് യോജിച്ചു പോകാൻ പറ്റില്ല. മര്യാദയുടെ ഭാഷ ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് കേട്ടില്ലേ? ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി പറയുന്നത് കേട്ടില്ലേ? SFI സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങളെ പോലുള്ള സമരം ചെയ്യുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? നിങ്ങൾ കേട്ടിരിക്കണ്ട, നിങ്ങൾ ബഹിഷ്കരിച്ചോളൂ. നിങ്ങൾ ഈ പറഞ്ഞ വാചകത്തിനോട് നിങ്ങൾ എന്താണ് ഇവിടെ? നിങ്ങൾ എത്ര സമയമായി ക്രിമിനൽ എന്ന് വിളിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമായി തോന്നില്ല? നിങ്ങൾ പരസ്പരം നിങ്ങളുടെ പ്രവർത്തകരെ നിങ്ങൾക്ക് സ്വന്തമായ വ്യക്തിത്വമില്ലാത്ത സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു അക്രമി സംഘമായി മാറിയ നിങ്ങൾക്ക് ഇവിടെ സ്വന്തമായ അഭിപ്രായമില്ലാത്ത ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വർഗീയത മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരാളെന്ന രീതിയിൽ ചാൻസലർ ഉപയോഗപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാത്ത സംഘടനകൾ ഇപ്പോ ചാൻസലറിന്റെ ഭരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർവകലാശാലയുടെ അകത്തേക്ക് കയറുമ്പോൾ നല്ല സുഖകരായി എന്ന രീതിക്കകത്തേക്ക് ചിന്തിക്കുന്ന നിങ്ങളാണോ ഇതൊക്കെ പറയുന്നത്? ഞങ്ങൾ കേരളത്തിനകത്തുള്ള ഞങ്ങളെ നിങ്ങളാണോ അളക്കാൻ വരുന്നത്? ഈ കേരളത്തിനകത്ത് 35 രക്തസാക്ഷികൾ ജീവൻ കൊടുത്ത് ഇത്രനേരം സമരം നടത്തിയ ഒരു സംഘടനയെ നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് എന്ത് യോഗ്യതയില്ലെന്ന് പറയാം? ശുദ്ധീകരണം നടത്തുന്ന പോലും എന്ത് ശുദ്ധീകരണം? ഞാൻ പറഞ്ഞു ശുദ്ധീകരണം നടന്ന രീതിയിലേക്ക്